സർവശുഭകാരിണി കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി കാതര ഹൃദയ സരോവര നിറുകയിൽ ഉദയാങ്കുലിയാകൂ മംഗളമന്ദസ്മിതം തൂകൂ കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. ഇളയരാജ സാറിന്റെ പാട്ടിനാണ് ആദ്യത്തെ ദേശീയ അവാർഡ് കിട്ടുന്നത് അല്ലേ? സിന്ധു ഭൈരവിയിലെ പാടറിയും പഠിപ്പുര. പിന്നെ സാറിന് ഒരുപാട് പാട്ടുകൾ പാടിയില്ലേ? സാറിന്റെ പഠിപ്പിക്കുന്ന രീതിക്ക് തന്നെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലേ? രാജാ സാറിന്റെ പാട്ടിൽ പാടുമ്പോൾ ആദ്യം പാട്ട് പഠിപ്പിച്ചിരുന്ന സുന്ദരരാജൻ സാർ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സാറ് ഇതുപോലെ നൊട്ടേഷൻ ഫുള്ളായിട്ട് എഴുതി വെച്ചിട്ട് ഫുള്ള് പഠിപ്പിക്കും. പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് രാജാ സാറ് കമ്പോസിങ്ങിന് പാടിയ ടേപ്പ് ഇട്ട് കേൾപ്പിക്കും. നമ്മൾ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അതിട്ട് കേൾപ്പിച്ചു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ മൈക്കിന്റെ മുമ്പിൽ വരുന്നത്. അവിടെ വെച്ച് രാജാ സാർ ചില ചേഞ്ചസ് പറയും ചില സമയത്ത്. ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനെക്കാട്ടിലും സാറ് പറഞ്ഞു തരുന്നത് പാടുന്നതാണ് സാറിന് താല്പര്യം. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ദാസേട്ടനോ ബാലു സാറോ അങ്ങനെയൊക്കെ ഉള്ളവര് ഒക്കെ പാടിക്കഴിഞ്ഞാൽ, ജാനകിയമ്മ അവരൊക്കെ പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പറയാം. അവരുടെ കൂടെയുള്ള റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് ഞാൻ കണ്ടിട്ടില്ല. ബാലുസാറിന്റെ കൂടെ പാടുമ്പോൾ ഒക്കെ ബാലുസാർ ചിലപ്പോൾ ഇംപ്രൊവൈസ് ചെയ്യുന്നതൊക്കെ സമ്മതിക്കാറുണ്ട്. ചിലപ്പം ഞാൻ എന്തെങ്കിലും പാടിക്കഴിഞ്ഞാൽ ചിലപ്പം അത് വേണ്ട എന്ന് പറയുമോ എന്ന് എനിക്ക് പേടി. അതുകൊണ്ട് ഞാൻ അല്ല, പണ്ടൊരു ഹിന്ദി ഫിലിമിൽ പാടാൻ പോയപ്പോ ഇതുപോലെ സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവര് നിരുത്സാഹപ്പെടുത്തിയതായിട്ട് ആദ്യകാലങ്ങളിലൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ. ഇപ്പം എന്താണോ നമുക്ക് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും ചിലര്. പക്ഷെ ഇപ്പം ബോംബെയിൽ ഹിന്ദിയിലധികം കൂടുതൽ അവര് നമ്മളെന്തെങ്കിലും സംഗതികൾ അവര് അവോയ്ഡ് ചെയ്യാൻ പറയും. പക്ഷെ അവര് പറയുമ്പോൾ അത് പാടിക്കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ഛായ വരുന്നതാണ് അവർ പറയുന്ന ഒരു അവരങ്ങനെ പറയാറുണ്ട്. പക്ഷെ പഴയ ഹിന്ദി പാട്ടുകളിലൊക്കെ ഇല്ല. ഞാൻ പിന്നെ അവിടെ അവർക്ക് എന്ത് വേണോ അത് ചെയ്തു കൊടുത്താൽ മതിയല്ലോ. നമ്മൾ അവർക്ക് എങ്ങനത്തെ ഏത് രീതിയിൽ ഞാൻ പാടുന്നതാണ് അവർക്ക് ഇഷ്ടം വെച്ചാൽ അതങ്ങ് ചെയ്താൽ മതിയല്ലോ. പിന്നെ അവിടെ നിന്ന് ആർഗ്യുമെന്റിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതിനകത്തൊന്നും അവരുടെ കാര്യങ്ങൾ നമ്മൾ തലയിടാൻ പോകാറില്ല. എന്നാലും ഞാൻ ആദ്യം പാടുമ്പം അവരത് എൻകറേജ് ചെയ്യുന്നുണ്ടോ എന്നുള്ള നോക്കിയിട്ട് ഞാൻ രാജസാറിന്റെ ഒരുപാട് പാട്ടുകൾ പാടി. അതിൽ ചിത്രയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്? അയ്യോ അത് ചോദിച്ചപ്പോ എനിക്ക് ഏതേതോ എണ്ണം വളർത്താൻ എനിക്ക് എപ്പോഴും വലിയ ഇഷ്ടമുള്ള പാട്ടാണ്. ഏതേതോ എണ്ണം വളർത്തേൻ ഉൻ കൈയിൽ എന്നെ കൊടുത്തേൻ നീതാനേ പുന്നകை மன்னன் உன் ராணி நானே பண்பாடும் பாடகன் நீ உன் ராகம் நானே ഏതേതോ എണ്ണം വളർത്തേ. ചിത്ര, ഈ പാടുമ്പോഴുള്ള ക്ലാരിറ്റി, ഉച്ചാരണ ശുദ്ധി തുടക്കം മുതൽ ഞാൻ ഏകനാണെന്നുള്ള സിനിമയിലെ രജനി തൊട്ട് അറ്റമെത്തി നിൽക്കുന്ന പാട്ട് വരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഒരു വ്യത്യാസവും ഇല്ലാതെ ഉണ്ടായിരുന്നു. ബിന്ദു എന്താ അറിയാമോ, മുമ്പ് പിന്നെ ഞാൻ പാടുന്ന ശരിക്കും എനിക്ക് ഓർമ്മയുണ്ട് പൈങ്കിളി മലർ തേൻകിളി, അത് പൈങ്കിളി അപ്പോഴൊക്കെ എനിക്ക് ഇതുപോലെ ഞാൻ കുറെ ചീത്ത കേട്ടിട്ടുണ്ട് കേട്ടോ. പൊതുവേ ഉള്ള പാട്ടുകൾ മൊത്തത്തിൽ പിന്നെ വേറൊന്ന് പിന്നെ ഈ പത്രങ്ങളിൽ എഴുതുമല്ലോ. അപ്പൊ അതിനകത്ത് ഞാൻ പറയും ഹെൽത്തി ക്രിറ്റിസിസംസ് നല്ലതാണ്. ഇപ്പൊ ചിലപ്പോൾ ആവശ്യമില്ലാതെ ഈ പേഴ്സണൽ ആയിട്ടുള്ള ദേഷ്യങ്ങൾ വെച്ച് എഴുതുന്നതെന്ന് ഞാൻ പറയൂല. ഒരാൾ നമ്മൾ നന്നാവണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് ആരെങ്കിലും പറഞ്ഞു തന്നാൽ അത് തീർച്ചയായിട്ടും അത് കേൾക്കണം. അപ്പൊ എന്നെ കുറിച്ച് ആദ്യകാലത്ത് വന്ന കമന്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മ എന്താ വെച്ചാൽ, ഞാൻ മലയാളം എൻ്റെ ഉച്ചാരണത്തിനെ കുറിച്ച് തന്നെയാണ് ആദ്യം ഞാൻ ചീത്ത കേട്ടത്. അപ്പൊ എന്നെ എഴുതിയിരുന്നു ഞാൻ മലയാളം പഠിച്ചത് ഇംഗ്ലണ്ടിലാണ് എന്നും പറഞ്ഞു. അപ്പൊ അത് ആദ്യം എനിക്ക് പെട്ടെന്ന് നമ്മളിതൊന്നും വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെ ചെല്ല കുട്ടിയായിട്ട് വളർന്നിട്ട് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ക്രിറ്റിസിസം കേൾക്കുമ്പോൾ ഞാൻ പാടിയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ആദ്യകാലത്തൊക്കെ എന്നെ എല്ലാവരും മോളെ എന്ന് പറഞ്ഞ അച്ഛൻ്റെ കൂടെ വരുന്ന, അപ്പൊ അവർക്കൊക്കെ ഒരു കുഞ്ഞുമാവ ട്രീറ്റ്മെന്റ് ആയിരുന്നു എന്നോട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ആദ്യം ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് എൻ്റെ അച്ഛനും അമ്മയും തന്നെ ഇപ്പൊ ഞാൻ നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്ന ഞാൻ ഇത് പൊതുവെയുള്ള കുട്ടികളുടെ അച്ഛനമ്മയുടെ മറ്റുള്ള അച്ഛനമ്മമാരോട് പറയാണ്, കുട്ടികളെ എന്തെങ്കിലും ഒരു ക്രിറ്റിസിസം കേട്ടാൽ അതിനെതിരായിട്ട് പ്രതികരിക്കുന്ന ഒരുപാട് പേരൻസിനെ എനിക്കറിയാം. അവരുടെ മക്കള് എല്ലാവർക്കും അവരവരുടെ മക്കളെ കുറിച്ച് പക്ഷെ പറയണ എന്താണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അല്ലേ. ശരിക്കും അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയണമെങ്കിൽ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യണം.
അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. എന്നിട്ട് അച്ഛൻ എനിക്ക് എടുത്ത് പറഞ്ഞു തന്നത് ഇതാണ്, പൈങ്കിളി ശ്രദ്ധിച്ചൊള്ളി കണ്ടോ അത് ലീന്നല്ലേ. അപ്പം പിന്നെ അവർ പറയുന്നതിൽ എന്ത് തെറ്റ് പറയാനുണ്ട് നിനക്ക്. അപ്പോൾ അതുകൊണ്ട് ആദ്യം അതൊക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്യാൻ നോക്കൂ സ്വയമായിട്ടെന്ന്. പിന്നെ നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മളെ പ്രശംസിക്കുകയില്ല എൻ്റെ അച്ഛനും അമ്മയും. പക്ഷേ അച്ഛനെൻ്റെ പാട്ട് പിന്നെയും കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛൻ്റെ എവിടെയോ ഉള്ളിൽ എവിടെയോ അതിന്റെ ഒരു സന്തോഷം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്റെ മുമ്പിൽ എന്നെ ഇന്നുവരെ പ്രശംസിക്കുക അങ്ങനെ. അതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ നമ്മുടെ കുട്ടീനെ ഒരു ഇപ്പൊ റിയാലിറ്റി ഷോയുടെ കാര്യം തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. അതിനകത്ത് സ്ഥിരമായി അതിനുശേഷം ഞാൻ കണ്ടു ബിന്ദു പലപ്പോഴും യൂത്ത് ഫെസ്റ്റിവലിൽ തന്നെ കുട്ടിക്ക് 2nd പ്രൈസോ 3rd പ്രൈസോ ആയിപ്പോയ പേരൻസ് പോയി വഴക്കുണ്ട്. എനിക്ക് ഒന്നും കിട്ടാണ്ട് വന്നിട്ടുണ്ട് മുമ്പൊക്കെ കോമ്പറ്റീഷൻസിന് പോയിട്ട്. അതൊന്നും ഒന്നുമല്ല, ഇതൊരു മത്സരം എന്ന് പറയുമ്പോൾ അത് അതിനകത്ത് ചിലപ്പോൾ ആ ഒരു ദിവസം നല്ലോണം പാടുന്നൊരു കുട്ടിയായിരിക്കും. പക്ഷെ അന്നത്തെ ഒരു ദിവസം നമുക്ക് ശരിയായിട്ട് പാടാം, എന്തെങ്കിലും ഒരു ചെറിയൊരു നമുക്ക് പാടുന്നതിന് തന്നെ ശബ്ദത്തിനൊരു അടപ്പോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അന്ന് നമ്മളെക്കാൾ മോശമായിട്ട് പാടുന്ന ഒരു കുട്ടി ജയിച്ചു എന്നിരിക്കും. ഇതെല്ലാം പാർട്ട് ഓഫ് ദ കോമ്പറ്റീഷൻ ആണ്, അതൊക്കെ അതിന്റെ കൂടെ ഉള്ളതാണെന്നാണ് ആദ്യമേ അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു മത്സരബുദ്ധി വന്നില്ലെങ്കിൽ പോലും ഡാൻസിന് കൂടുതലാണ് ഇങ്ങനെ സാരിയൊക്കെ ചുറ്റി ഇങ്ങനെ അമ്മമാര് നിൽക്കും, ഒരു അടി ഉണ്ടാക്കാൻ തയ്യാറായിട്ട് ജഡ്ജസ് വന്നു കഴിയുമ്പോൾ. റഹ്മാൻ സാറിന് 50ഓളം പാട്ടുകൾ അല്ല 50-ലധികം പാട്ടുകൾ ഉണ്ടാവും. മരുക്കുമണിയാണ് തുടക്കം. അതൊരു ഹസ്കി വോയിസിൽ ഒരു പ്രത്യേകതരം രീതിയിൽ ചിത്ര അതുവരെ പാടിയിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയോ ആ പാട്ട് പാടാനായിട്ട്? ബുദ്ധിമുട്ടിയെന്ന് വെച്ചാൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള, ഞാൻ പാടാൻ ബുദ്ധിമുട്ടിയതൊന്നും ഊലല്ല എന്നുള്ള പാട്ടാണ് മനസ്സിലാവില്ല അവിടെ. അത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു അത് ഞാൻ പാടുന്ന മാതിരി വേണ്ട, ഡിഫറെന്റ് ആയിട്ട് വേണം. അപ്പൊ ഞാൻ ഡിഫറെന്റ് എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ട്രൈ ചെയ്യും എന്നുള്ള. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഫുൾ ഓപ്പൺ ത്രോട്ടിൽ പാടാൻ പറഞ്ഞു. അങ്ങനെ ഓപ്പൺ ത്രോട്ടിൽ പാടി ചില സ്ഥലത്ത് ആ പാട്ടിനകത്ത് ഇപ്പോഴും കേൾക്കുമ്പോൾ ചെറിയ വോയിസിന് സ്ട്രെയിൻ അറിയാം. അന്ന് 2-3 പല സ്റ്റൈലിൽ അന്ന് പലതും നമ്മൾ ട്രൈ ചെയ്ത് അവസാനം ടേക്ക് എടുക്കാറായപ്പോഴത്തേക്ക് കുറച്ച് വോയിസ് സ്ട്രെയിൻ ആയി തുടങ്ങി. അന്ന് അങ്ങനെ എടുത്തതാണ് ആ പാട്ട് ഊലല്ല എന്നുള്ള പാട്ട്. അത് അത്രയും ഓപ്പണായിട്ട് അത്രയും ഓപ്പണായിട്ട് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് ചെയ്യിപ്പിച്ചു. പിന്നെ കൂടുതൽ എന്നെ കൊണ്ട് പരീക്ഷണങ്ങൾ ചെയ്യിപ്പിച്ചിരുന്ന രാജാ സാറാണ്. രാജാ സാറിന്റെ ഒന്ന് ഈ കോവൈ സരളാമ്മ പാടിയ കമലഹാസൻ സാറും കേട്ടിട്ടുണ്ടോ ആ പാട്ട്? അവർ രണ്ടുപേരും കൂടെ അഭിനയിക്കുന്ന ഒരു സീനകത്ത് തുടക്കത്തിൽ ഇവരുടെ കുറച്ച് ഡയലോഗ്സ് വരും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പാട്ട് വരും. അപ്പൊ എന്റെ തന്നെ അതേ ശബ്ദത്തിൽ പാടാൻ കോവൈ സരളാം അവർ പാടുന്ന മാതിരി ഡയലോഗ് ഇടയ്ക്ക് വരുന്നോണ്ട് അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞു. അത് ഞാൻ കുറച്ച് ഇപ്പൊ ഞാൻ ഇതുവരെ അങ്ങനെ ഞാൻ സാധാരണ ജാനകിയമ്മ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ പൊതുവെ എനിക്ക് കുറച്ചൊരു മടി കൂടുതലുള്ള മടി എന്ന് വെച്ചാൽ എന്തൊരു നാണക്കേടോ എന്നൊക്കെ പറയാം, അതൊക്കെയുള്ള കൂടുതലുള്ളതായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ലായിരുന്നു. അപ്പൊ എന്നെ ശരിക്കും അതിലേക്ക് എന്നെ ഒന്ന് എന്താ പറയണ്ട ഇങ്ങനെ കടത്തി വിട്ടത് ആ ഒരു മടി കുറച്ചെങ്കിലും മാറ്റി തന്ന ജാനകിയമ്മയാണ്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. പിന്നെ ഇവിടെ കൊളംബോയില് രാജാ സാറിന്റെ ഒരു പ്രോഗ്രാമിന് പോയപ്പോ ഇതുപോലെ സ്റ്റേജിൽ വെച്ച് ഇഞ്ചീട് പഴക ആ പാട്ടില്ല ഏന്ന് പാടില്ല എന്റെ അവസാനം. അപ്പൊ എനിക്ക് സ്റ്റേജ് ചെയ്യുന്നത് എങ്ങനെ പാടുന്നൊരു മടി. അപ്പൊ ഞാൻ മറക്കാമനം കൂടുതില്ല ഏന്ന് തന്നെ പാടി. അപ്പൊ ഉടനെ തിരിച്ചപ്പോഴത്തേക്കും ബാലു സാർ ഉണ്ടായിരുന്നു സ്റ്റേജിൽ. അതെന്തിനു നീ ഏന്ന് പാടുക, ജാനകിയമ്മ അത് എപ്പടി പാടിയെന്ന് നോക്ക്. ജാനകിയമ്മയ്ക്ക് മുഖത്തൊന്നും വരില്ല, എക്സ്പ്രഷൻ എല്ലാം തൊണ്ടയിൽ മാത്രമേ വരുള്ളൂ. എനിക്ക് മുഖത്തും എല്ലാം വന്നാലേ ശബ്ദത്തിൽ വരുള്ളൂ. ചിത്ര ഒരുപാട് ലളിത ഗാനങ്ങൾ ചിത്രയുടേതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. കൂടുതലേക്കൊണ്ട് രാഷ്ട്രമാവിന്റെ എം ജി രാഷ്ട്രന്റെ ലളിതഗാനങ്ങള് പിന്നെ ഞാൻ റേഡിയോ സ്റ്റേഷനിൽ പാടിയത് വളരെ കുറച്ചാണ്. കോമ്പറ്റീഷൻ രാഷൻ ചേട്ടൻ്റെ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. റേഡിയോക്ക് ഞാൻ ആകെ രാഷൻ ചേട്ടൻ്റെ ഒരു പാട്ടേ പാടിയിട്ടുള്ളൂ, ഞാൻ എൻ്റെതായിട്ട് പാടിയത്. സ്വരങ്ങൾ സപ്തസ്വരങ്ങൾ സ്വപ്നങ്ങൾ എൻ്റെ സ്വപ്നങ്ങൾ സ്വരസുന്ദരിമാരെ നിങ്ങളുറങ്ങും സോപാനമല്ലോ ഇങ്ങനെ ഈ പാട്ടാണ് ആദ്യം പാടിയത്. പിന്നെ പോപ്പുലറായ ഒരു പാട്ട് വേറൊന്ന് വേമനങ്ങളുടെ തന്നെ മലയാള കവിതേ മലയാള കവിതേ